ഇതൊന്നും അല്ലാതെ പിന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ആണോ? എന്നാ പിടിച്ചോ, അതിനൊരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഇവിടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് തരം സ്മാർട്ട് ഫോൺ നോക്കിയാണ് എല്ലാം ഉണ്ട്. സാംസങ്, വിവോ, MI, റെഡ്മി, പോക്കോ എല്ലാം 5G. പൊന്നെ ചാകര ചാകര പുത്തേ സ്മാർട്ട് ഫോണിന്റെ ചാകര തന്നെയാണ്. പെട്ടി കണക്കിന് സ്മാർട്ട് ഫോണുകൾ. ഇത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് റീപബ്ലിഷ്ഡ് സാധനം ഉണ്ട്. അവിടെ തന്നെ സെറ്റ് ചെയ്തെടുക്കും. റീപബ്ലിഷ്ഡ് വെളിയിൽ നിന്നും അല്ല, അവിടെ തന്നെ വലിയൊരു കമ്പനിയാണ്. 2000 രൂപയുള്ളൂ ഡ്രോൺ ക്യാമറ. പൊളി സാധനം കേട്ടാ. 2000 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് പൊളി. വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റ്ലെസ് സാധനമാണ്. 2 ക്യാമറ ഉണ്ട്. 2000 രൂപ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്. അങ്ങനെ ലോക്കലായിട്ടുള്ള പണിയൊന്നുമല്ല, മൊത്തം പ്രൊഫഷണൽ വർക്കാണ്. എല്ലാ ആക്സസറീസും ഇതൊക്കെ ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നതെല്ലാം. ഒറിജിനൽ ഡിസ്പ്ലേ ഒക്കെയാണ് ഇരിക്കുന്നത്. ഒരു പെട്ടി കണക്കിന്. ഇതൊക്കെ വില കേട്ടാൽ നമ്മൾ നെട്ടും കേട്ടാ. ഇത്രയും വില കുറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ 100-200 രൂപ കൊടുത്തൊക്കെ വാങ്ങിക്കുന്നത്. നമുക്ക് ലാഭം ഒരു 2000 രൂപ കിട്ടുന്ന ഒരു പ്രൈസിൽ നമുക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഏറ്റവും പൊന്നേ, ഇതാണ് ഗൈസ് സ്മാർട്ട് ഫോൺ ലോഗോ എന്ന് പറയുന്നത്. ക്യാമറ അടിപൊളി കേട്ടാ. വില കുറവാണ് കേട്ടോ ഈ ക്യാമറയ്ക്കൊക്കെ. ഇതൊക്കെ വന്നിട്ട് മെമ്മറി കാർഡും വൈഫൈയും ഇതൊക്കെ കണക്ട് ചെയ്ത് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആരംഭിക്കണമെങ്കിൽ തന്നെ ഇവിടെ വന്നാൽ മതി. നമുക്ക് എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടതെന്ന് വരെ നമുക്കിവിടുന്ന് പഠിച്ചിട്ട് പോവാം എന്നതാണ് സത്യം. സ്പെയറുകളാണ്, ഓരോ സ്പെയറായിട്ട് തന്നാൽ മതി, ഞാൻ സെറ്റിലെടുത്തോളാം. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റും നിങ്ങൾക്ക് അതിൽ നിന്ന് സ്വന്തമാക്കാം. പിന്നെ ഇതാ LED പ്രൊജക്ടർ വെറും 2000 രൂപയുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കിത് കാണണമെന്നൊരു ആഗ്രഹം തോന്നി. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പൊളിക്കും, ഒരു രക്ഷയില്ലാതിരിക്കും. പക്ഷെ ഇത്രയും ലൈറ്റില് നല്ല ഭംഗിയില് നല്ല വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാധനം പക്കയാണ്. 2000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് ചെന്നൈ സിറ്റിയിലാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാട് ഹോൾസെയിൽ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുകിട വ്യവസായികൾ, ആക്സസറീസ് ആയാലും സ്മാർട്ട് ഫോൺ ആയാലും എവിടെ നിന്നാണ് ഈ ഹോൾസെയിലായിട്ട് വാങ്ങാൻ പറ്റിയ സ്ഥാപനങ്ങൾ എവിടെയാണെന്നാണ് അന്വേഷിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് വന്നിട്ട് ചെന്നൈയിൽ വന്നിട്ട് ഒരുപാട് ദൂരം ഒന്നും പോകണ്ട. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് തന്നെയാണ് സംഭവം. കുറെ ദൂരം ഒന്നും പോകണ്ട. ഇവിടെ നിന്ന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബസ്സെല്ലാം കിട്ടും. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ ഇവരൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് അധികം ദൂരമുണ്ടോ, വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് കാണും. കണ്ടില്ലേ, ഏതോ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. പെട്ടെന്നുള്ള ബസ് സ്റ്റാൻഡിൽ കയറി തന്നെ നമുക്ക് അന്നാസാലെ റോഡിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നല്ലൊരു ബസ്സിൽ കയറി അങ്ങ് ഇരിക്കുക. ബസ് നമ്മളെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അകത്ത് തന്നെ ഒരു 5 രൂപ 6 രൂപ റേഞ്ചിൽ അന്നാസാലെ റോഡിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ റോഡിൽ നല്ല തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ അവിടെ 1.5 കിലോമീറ്റർ ഉള്ളുവെങ്കിലും അവിടെ എത്താനായിട്ട് കുറച്ച് ടൈമൊക്കെ എടുക്കും. പിന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിന്റെ ഒപ്പം എന്നാ ചൂടാന്നറിയാമോ. തിരക്കാണെങ്കിൽ നിൽക്കാൻ പറ്റാത്തത്ര തിരക്കും, വണ്ടികളാണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത, റോഡിൽ മൊത്തം ബൈക്കാണ്. അത്രമാത്രം തിരക്ക്. ഇങ്ങനെ വണ്ടികളൊക്കെ അടുക്കി റോഡിൽ തന്നെ ഇട്ടേക്കും. ഒരാൾക്ക് കത്തിച്ച് പോകാനുള്ള വഴി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ഓടിയൊക്കെയാണ് ആ ഷോപ്പിലേക്ക് എത്തിയത്. ഇതാകട്ടെ, നമ്മൾ വളരെ അന്വേഷിച്ച് നമ്മൾ വരുന്നത് കാത്തിരിക്കുന്ന നമ്മളെ അണ്ണാച്ചിയാണ് ഇതാ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആക്സസറീസ്, ബ്ലൂടൂത്ത് സ്പീക്കർ, പിന്നെ ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ. എനിക്ക് കണ്ടതിൽ ഇച്ചിരി വെറൈറ്റി ആയിട്ട് റയറായിട്ടും തോന്നിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഒരു കാറാണ് സംഭവം. പവർ ഓൺ ചെയ്താലുള്ള സംഭവം എന്ന് വെച്ചാൽ നല്ല അടിപൊളി ശബ്ദത്തില് നമുക്ക് ഒരു സ്പീക്കറാണ് ഇത്. അതായത് മുകളിൽ കാണുന്ന ബ്ലാക്ക് വന്നിട്ട് സ്പീക്കറാണ്. നമുക്ക് ഇതിങ്ങനെ ഓട്ടി പിള്ളേർ കളിക്കുകയും ചെയ്യാം, പാട്ടും കേൾക്കാം. ഇതൊരു സ്പീക്കറാണ്. പിന്നെ ഇതില് പെൻഡ്രൈവ് ഇടാം, USB കണക്ട് ചെയ്യാം, മെമ്മറി കാർഡ് ഇടാം. അങ്ങനെയുള്ള പല ആവശ്യമുള്ള നമ്മുടെ സാധാരണ സ്പീക്കർ പോലെ തന്നെയാണ്. പക്ഷെ കൗതുകം ഒരു കാറ് മെത്തേഡ്, അത് കൊള്ളാം, കാണാൻ രസമുണ്ട്. പിന്നെ അതാ ഈ ഒരു ഫാന്, ഇതൊരു ഫാനാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇത് സാധാരണ ഫാനിലേ നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. സംഭവം എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ പവർ കൂട്ടിയും ഓഫ് ചെയ്യാം. ഇതിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ, കാണാൻ രസമില്ലേ സംഭവം. ഇതിന്റെ ഫ്രണ്ടിൽ ഫോൺ വെക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഒരു ഫോൺ എടുത്താൽ ഇതിങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് പടമല്ലോ എന്തെങ്കിലും പ്രോഗ്രാമെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഫാന് നമ്മുടെ മുഖത്തിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. സൂപ്പറായിട്ട് ഫാനും കറങ്ങും, നമുക്ക് പരിപാടിയും കാണാം. ഫ്രണ്ടില് കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല സൂപ്പർ, നല്ല രസമുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് ഒരു കൗതുകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തൊന്ന് അറിയിച്ചാൽ മതി. എനിക്ക് ഇത് കണ്ടപ്പോൾ കൊള്ളാൻ നല്ല രസമുണ്ട്. ആ, കൊള്ളാം, അടിപൊളി. നിങ്ങൾക്ക് എങ്ങനെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടോ? പൊട്ടിയൊന്നും പോകില്ല, നല്ല അടിപൊളി പ്ലാസ്റ്റിക് സാധനമാണ് കേട്ടോ അത്. പിന്നെ ഒരുപാട് ഫോണുകൾ, മൈക്രോമാക്സിന്റെ ഒക്കെ കുറച്ച് ബേസ് മോഡൽ ഫോണുകളുണ്ട്. പിന്നെ ക്യാമറ, അടിപൊളി കേട്ടോ, വില കുറവാണ് കേട്ടോ ഈ ക്യാമറയ്ക്കൊക്കെ. ഇത് വന്നിട്ട് മെമ്മറി കാർഡും വൈഫൈയും ഇതൊക്കെ കണക്ട് ചെയ്ത് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആവുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മൊബൈൽ വഴി തന്നെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു 2000 രൂപ, 4000 രൂപ, 6000 രൂപയൊക്കെ വിലയൊക്കെ വരുന്നുണ്ട് കേട്ടോ. വിലയൊക്കെ ഉണ്ട്. സംഭവം നല്ല ക്വാളിറ്റി ഉള്ള വൈഫൈ ക്യാമറകളാണ് ഇതായിരിക്കുന്നതൊക്കെ. ഇതൊക്കെ നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ടെങ്കിൽ ഒരു 5-6 പീസ് എടുക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പലതരം ക്യാമറ, ബൾബ് മെത്തേഡിൽ വരുന്ന വൈഫൈ ക്യാമറയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒന്നോ രണ്ടോ ഹോൾസെയിൽ ഒരു ഷോപ്പ് നടത്തുന്നവർക്ക് ഇച്ചിരി വില കുറയും. പിന്നെ റീറ്റെയിൽ ആയിട്ട് വാങ്ങുന്നവർക്ക് അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് തരും. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഇന്ന സാധനം ഉണ്ടോ, നിങ്ങൾ വീഡിയോ കാണിച്ചു ആ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ നിങ്ങളെ വാട്സപ്പിലേക്ക് സാധനം മെസ്സേജ് വരും, ഫോട്ടോസ് മെസ്സേജ്. ഇത് വന്നിട്ട് ബുള്ളറ്റ് ആണ് കേട്ടോ, വൈഫൈ ക്യാമറ തന്നെയാണ്. നമ്മൾ സാധാരണ മൊബൈലിൽ ഈ ഒരു ക്യാമറ മതി നമുക്ക് ബുള്ളറ്റ് ആയിട്ട് ഇങ്ങനെ ചെവിയിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ വേറെ DVRന്റെ ആവശ്യം അങ്ങനെ ഒന്നുമില്ല. അത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ മൊബൈലിലാക്കാം, സൂം ചെയ്യാം. എന്റെ പൊന്നെ, ഒരു കിടിലൻ സ്പീക്കർ, ഇതും എടുത്തുകൊണ്ട് പോയാലാ, പൊളി സാധനങ്ങൾ കേട്ടാ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. പിന്നെ ദാ ഈ ഒരു ഡാൻസിങ് ഡോളും കൂടെ നിങ്ങൾ നോക്കി വെച്ചോ, സംഭവം കൊള്ളാം. ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന ഒരു ഡാൻസിങ് ഡോളാണേ. സംഭവം കൊള്ളാം, വിലയും കുറവാണ്. വന്നിട്ട് 200 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമേ. ഇത് ഹോൾസെയിലാണ്, ഹോൾസെയിൽ പ്രൈസ് ആണ് 200 രൂപ. ഷോപ്പിലൊക്കെ സൂപ്പറായിട്ട് കാണാം. പിന്നെ ഇവിടുത്തെ ഒരു ആക്സസറീസ് ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരു വെറൈറ്റി ആക്സസറീസ് ഷോപ്പിലേക്ക് തന്നെ പോവാം. ഇവിടെ എല്ലാത്തിനും വില കുറവാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമുള്ള ആക്സസറീസ് ഫുള്ളും ഇതാ ഇവിടെ ഉണ്ട്. ഇതാ 2000 രൂപയുള്ളൂ ഡ്രോൺ ക്യാമറ, പൊളി സാധനം കേട്ടാ. 2000 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് പൊളി. സംഭവം നൈസ് സാധനം കേട്ടാ. അധികം വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റ്ലെസ് സാധനമാണ്. 2 ക്യാമറ ഉണ്ട്. 2000 രൂപ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ക്യാമറ പിന്നെ ഇതാ LED പ്രൊജക്ടർ, വെറും 2000 രൂപയുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കിത് കാണണമെന്നൊരു ആഗ്രഹം തോന്നി. കാണാൻ നല്ല ലുക്കും ഉണ്ട് സാധനത്തിന്. പിന്നെ അങ്ങ് പൊട്ടിച്ച് നോക്ക്. പൊട്ടിക്കാനൊന്നും അനുവദിച്ചില്ല കേട്ടാ. എനിക്ക് പൊട്ടിച്ച് കണ്ടാലല്ലേ എന്റെ കാഴ്ചക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാനത് പൊട്ടിച്ചു. നല്ല ഭംഗിയാണ് കേട്ടോ, സൂപ്പർ സാധനം. ഞാൻ അതിന്റെ ക്വാളിറ്റി ഞാൻ മുമ്പൊന്ന് നോക്കിയപ്പോൾ എന്റെ ക്വാളിറ്റി കൊള്ളില്ലായിരുന്നു. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ കണ്ടാലേ ഞാൻ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്നെ പറഞ്ഞു ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയാണ്, ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഒന്ന് ചെക്ക് ചെയ്യാതെ നോക്കാം. നമ്മളാ സേട്ടനൻ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ ഒന്നും കൂടെ സേട്ടന സെക്ക് പണ്ണുങ്കണ്ണ എന്ന് പറഞ്ഞപ്പോ അണ്ണ സെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൊണ്ടല്ലോ പെട്ടെന്നാണ് അതിന്റെ ദൃശ്യം കണ്ടത്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇത്രയും പ്രകാശത്തിലേ ഇത് നല്ല ക്വാളിറ്റി കാണിക്കുന്നുണ്ട്, കാര്യം ഡൗട്ടില്ല. നല്ല ക്വാളിറ്റി കേട്ടോ. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തോ പൊളിക്കും, ഒരു രക്ഷയില്ലാതിരിക്കും. പക്ഷെ ഇത്രയും ലൈറ്റില് നല്ല ഭംഗിയില് നല്ല വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാധനം പക്കയാണ്. 2000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ദാ ഫ്രണ്ടിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സംഭവം കൊള്ളാം, വെറൈറ്റി ആണ് കേട്ടോ. LED പ്രൊജക്ടർ നല്ല ക്ലിയറും ഉണ്ട്. താങ്ക് യു ചേട്ടാ. വീട്ടിലൊരു ഹോം തിയേറ്റർ ഉണ്ട്. ഇത് ചോദിക്കാൻ ആരും വിളിച്ചളയില്. എനിക്കിത് താങ്ങി പിടിച്ച് നടക്കാൻ വയ്യ, സത്യമായിട്ടും വയ്യ. പിന്നെ ഇതാ ഹോൾസെയിലായിട്ട് വാങ്ങാൻ ഒരുപാട് ഡാറ്റ കേബിൾസ് ഇങ്ങനെ ചവറ് പോലെ ഇട്ടേക്കുന്ന ഒരു ഷോപ്പ് കൂടിയാണ് ഇത്. ചാർജറുകൾ നമ്മൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങുന്ന ആഗ്രഹമുള്ളവർക്ക് അത് ഇവിടെ വന്നിട്ട് ഒരുപാട് ചാർജറൊക്കെ കണ്ടില്ലേ. നമ്മള് ഇതിന്റെ റേറ്റൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാല് ഒരു അന്തവും കാണൂല. നിങ്ങളൊക്കെ നേരിട്ട് വന്നല്ലെങ്കിൽ ഫോൺ വഴി ചോദിച്ചതിന്റെ വിലയൊക്കെ പറ. എനിക്ക് ഇവിടെ നിന്ന് തല കറങ്ങുകയാണ്. സാധാരണ ഹെഡ്സെറ്റ് മുതൽ ഇതാണ്ട് ഡാറ്റ കേബിളുകള്, ബ്ലൂടൂത്ത് സ്പീക്കറുകള്,
ഐഫോണിന്റെ ഏറ്റവും കുറഞ്ഞത് ഇതിന്റെ മുന്നേ ഇതിന്റെയൊക്കെ വില കേട്ടാൽ നമ്മൾ നെട്ടും കേട്ടാ. ഇത്രയും വില കുറഞ്ഞ സാധനങ്ങളാണ് നമ്മള് 10-200 രൂപ കൊടുത്തൊക്കെ വാങ്ങിക്കുന്നത്. അത്രയും പോലും റേറ്റ് ഇല്ല ഈ ഹെഡ്സെറ്റ്, കുറഞ്ഞ മോഡൽ ഹെഡ്സെറ്റ് ഒക്കെ. പിന്നെ ഒരുപാട് ആക്സസറീസുകൾ, ഇതൊക്കെ വളരെ ചീപ്പ് വിലയ്ക്ക് തന്നെ നമുക്ക് ഈ ചെന്നൈ മാർക്കറ്റിൽ നിന്നൊക്കെ എടുക്കാം. ഇവിടുന്ന് അധികം ദൂരം ഒന്നും പോകണ്ട, തൊട്ടടുത്തായിട്ട് തന്നെ ഇതിന്റെ ആക്സസറീസ്, മറ്റേ ഈ പൗച്ച് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. നമ്മൾ കുറച്ച് മുന്നോട്ട് തന്നെ നടന്നാൽ മതി, നമുക്കത് കാണാം. അടിപൊളി ഷോപ്പുകൾ, ഒരുപാട് ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറി നോക്കണം. ഇതുണ്ടല്ലേ, പൗച്ചിന്റെ ഒക്കെ അയ്യര് കളി. ഒരു പൗച്ചിന് വന്നിട്ട് 10 രൂപയാണ് ഇവിടെ പ്രൈസ് വരുന്നത്. എന്ത് ലാഭം എന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ ഇത്രമാത്രം വില കുറച്ച് നമുക്ക് കിട്ടുമോ? ഞാൻ വില പറഞ്ഞ? അയ്യോ, ഞാൻ വില പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കാവൂ. ഈ പൗച്ചൊക്കെ കണ്ട എല്ലാം ചീപ്പ് വരെയാണ്. നിങ്ങൾ 1-2 പീസ് ഒന്ന് വിളിച്ചാലേ എടുക്കുകയാണെങ്കിൽ, ഒരു 500-1000 പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വില കുറച്ച് ഇവരൊക്കെ തരും. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വില ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും മാച്ചള. ഇതൊക്കെയാണ് ഷോപ്പുകൾ. എൻ്റെ പൊന്നെ, ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ, അതൊരു ഒന്നൊന്നര വരവാണ്. ഈ ജംഗ്ഷനൊക്കെ നോക്കി വെച്ചോ, പൊളി സംഭവമാണ് ഇവിടെ എല്ലാം. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആക്സസറീസിന്റെ ഒരു അയ്യര് കളിയാണ്. നമ്മൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പണം പോട്ടെ, പവർ വരട്ടെ എന്നുള്ള രീതിയിൽ മൊത്തം ഒന്ന് വാങ്ങിച്ചിട്ടേ പോളൂ. അമ്മാതിരി ഏരിയയാണ്. ഇവിടെ നിന്നാണ്ട് കുറച്ചങ്ങോട്ട് പോയപ്പോ വിഴിഞ്ഞം ഹോട്ടൽ, നമ്മളെ ഏരിയയാണ്. വിഴിഞ്ഞം ഹോട്ടൽ എന്നൊരു ഹോട്ടലാണ്. പിന്നെ അവിടെ കയറി കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലാം വിഴിഞ്ഞത്തുള്ളൂ, നമ്മൾ തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള ആൾക്കാരാണ്. അങ്ങനെ അവിടെ നിന്ന് അതിലൊരാളുടെ വണ്ടിയും വാങ്ങിച്ച് നമ്മളങ്ങ് യാത്ര അങ്ങ് തുടങ്ങി. എവിടെ നിന്നില്ലാത്തൊരു യാത്ര. നമുക്ക് മൊബൈൽ ഹോൾസെയിൽ വാങ്ങാൻ പോകണ്ടേ? ചെന്നൈയിൽ നിന്ന് ഒരു 20-30 കിലോമീറ്റർ വരും പൂനമല്ലി എന്ന് പറയുന്ന സിറ്റിയിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞപ്പം എന്റെ പൊന്നെ, ചാകര പുത്തേ സ്മാർട്ട് ഫോണിന്റെ ചാകര തന്നെയാണ്. പെട്ടി കണക്കിന് സ്മാർട്ട് ഫോണുകൾ. ഇത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് റീപബ്ലിഷ്ഡ് സാധനം ഉണ്ട്. അവിടെ തന്നെ സെറ്റ് ചെയ്തെടുക്കും. റീപബ്ലിഷ്ഡ് വെളിയിൽ നിന്നും അല്ല, അവിടെ തന്നെ വലിയൊരു കമ്പനിയാണ് ഇവര്. നമുക്ക് എത്ര പീസ് വേണം അവിടെ വെച്ച് ലൈവ് എന്ന് പറയും, ലൈവ് എന്നൊക്കെ പറയലോ, അമ്മാതിരി സെറ്റിങ്സ് ആണ്. നമ്മൾ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഫുൾ മേക്ക് ചെയ്ത് ബാറ്ററി എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലങ്ങ് വെച്ച് തരും. പിടിച്ചോ റീപബ്ലിഷ്ഡ് സാധനം. അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് തരുന്നതാണ് ഇവരുടെ ജോലി. ഫുൾ പ്രൊഫഷണൽ ടച്ച് ആണ് കേട്ടോ. അങ്ങനെ ലോക്കൽ ആയിട്ടുള്ള പണിയൊന്നും അല്ല, മൊത്തം പ്രൊഫഷണൽ വർക്കാണ്. എല്ലാ ആക്സസറീസും ഇതൊക്കെ ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നതെല്ലാം, ഒറിജിനൽ ഡിസ്പ്ലേ ഒക്കെയാണ് ഇരിക്കുന്നത്. ഒരു പെട്ടി കണക്കിന് ഡിസ്പ്ലേ ആണ് ഇതായിരിക്കുന്നത്. പിന്നെ അതിന്റെ ഓരോ ആക്സസറീസും പ്രത്യേകം എന്തോ ബാറ്ററി, അതിന്റെ മറ്റ് ആക്സസറീസ്. ഇത് മല അല്ല മക്കളെ, കുന്ന്. അമ്മാതിരി സ്മാർട്ട് ഫോൺ ആണ് അടുക്കി വെച്ചേക്കുന്നത്. കണ്ടാ, എല്ലാം ഫുൾ ചെക്ക്ഡ് ആണ് കേട്ടോ. ഫുൾ ചെക്ക് ചെയ്ത് പ്രത്യേകം മാറ്റി വെക്കുന്ന കളക്ഷൻസ് ആണ്. നമ്മൾ മുമ്പ് ഈ ഡോർ തുറന്നപ്പോ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നത്. ഇതിലും നിറഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ്. എല്ലാ ആക്സസറീസും നമുക്ക് ബോധ്യപ്പെട്ട രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി കളക്ഷൻസും ഓരോ പെർഫെക്റ്റ് ആണ് ഓരോ സ്മാർട്ട് ഫോണും. കുറഞ്ഞതാ ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം ഒരു 2000 രൂപ കിട്ടുന്ന ഒരു പ്രൈസിൽ നമുക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഏറ്റവും പൊന്നേ, ഇതാണ് ഗൈസ് സ്മാർട്ട് ഫോൺ ലോഗോ എന്ന് പറയുന്നത്. ഒന്നുമല്ല, എല്ലാം പ്രൊഫഷണൽ ടച്ച് ആയിട്ട് വരുന്ന റീപബ്ലിഷ്ഡ് സാധനങ്ങളാണ് നമ്മൾ. അതും ചീപ്പ്. നമുക്ക് ഇങ്ങനെ ഷോപ്പ് നടത്തുന്നവർക്ക് നല്ലൊരു ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിൽ തന്നെയാണ്, ഒരു ഷോപ്പിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് 100% ഉറപ്പാണ്. ഇങ്ങനെയുള്ള റീപബ്ലിഷ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പലരും കംപ്ലൈന്റ് പറയാനുണ്ട്. നമ്മൾ അതുകൊണ്ടൊന്നും എടുക്കാറൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ വന്ന് കണ്ടപ്പോഴത്തേക്കും എല്ലാം ഒറിജിനൽ ടച്ച് തന്നെയാണ് കേട്ടാ. ഒരു വൃത്തികേടോ അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഓഫായി പോകുന്നതോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എടുക്കാത്ത പീസുകളോ സത്യം പറഞ്ഞാല് ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ തന്നെ ഇവിടെ വന്നാൽ മതി. നമുക്ക് എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടതെന്ന് വരെ നമുക്കിവിടുന്ന് പഠിച്ചിട്ട് പോവാം എന്നതാണ് സത്യം. ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ലാഭത്തിന് നല്ല സെറ്റും സ്മാർട്ട് ഫോണുകളും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അത് മാത്രമല്ല ഏട്ടാ, നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം എന്താണ്? ഈ സ്പെയറുകളാണ്. ഓരോ സ്പെയർ ആയിട്ട് തന്നാൽ മതി, ഞാൻ സെറ്റിൽ എടുത്തോളാം. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റും നിങ്ങൾക്ക് അതിൽ നിന്ന് സ്വന്തമാക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ മതി എന്ന് പറഞ്ഞ് ഈ നമ്പറിൽ, താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും സ്വന്തമാക്കാം. ഇതൊന്നും അല്ലാതെ പിന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ആണോ? എന്നാ പിടിച്ചോ, അതിന്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഇവിടെ.
നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് തരം സ്മാർട്ട് ഫോൺ നോക്കിയാണ് എല്ലാം ഉണ്ട്. സാംസങ്, വിവോ, എം ഐ, റെഡ്മി, പോക്കോ എല്ലാം 5G 4G എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ രീതിയിലുള്ള ഏത് സ്മാർട്ട് ഫോണും നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിയതാ ഇവിടുന്ന് പച്ചയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഇതെല്ലാം 100% ഗ്യാരണ്ടിയാണ്. യാതൊരുവിധ ഡിഫക്റ്റോ പ്രോബ്ലമോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോയി ഒരു സെറ്റിൽ ഒരു 2000 രൂപ വരെ നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ മാർക്കറ്റിൽ ഇവിടെ ഈ ഷോപ്പിൽ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്. എന്റെ പൊന്നെ, ഞാൻ വില ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിച്ചോ. നല്ല രീതിയിൽ ബൾക്കിന് സ്മാർട്ട് ഫോണുകൾ കൊണ്ടുപോയി വിറ്റ് പണം ഉണ്ടാക്കിക്കോ. എങ്ങനെയുണ്ട് സ്മാർട്ട് ഫോൺ? കാണാൻ നല്ല ലുക്കില്ലേ? നോക്കിയാണ് അധികം വലിയ പുതിയതൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബോഡി കണ്ടീഷൻ ആയിട്ടുള്ള സ്മാർട്ട് ഫോണിലല്ലേ ഈ കാണുന്നതെല്ലാം. അപ്പോ ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ട് ഒരു ചെറിയ എമൗണ്ട്, ഇതൊക്കെ ചെറിയ ഡാമേജ് ഉള്ളത് അവർ പറഞ്ഞു തന്നെ തരും കേട്ടോ. അവർ റിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ റിപ്പയർ ചെയ്തതാണെന്ന് പറഞ്ഞു തന്നെയാണ് നമുക്ക് തരുന്നത്. അതായത് റിപ്പയർ ചെയ്ത പീസാണ്, നിങ്ങളിത് കൊണ്ട് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടി വരും. ഇതിൽ സ്പീക്കർ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് അവർ തരും. അത് തന്നെ വലിയൊരു സംഭവം തന്നെ അല്ലേ? അപ്പൊ അങ്ങനെ തരുന്ന നമുക്ക് കൊണ്ട് റിപ്പയർ ചെയ്ത് എടുത്തുകൂടെ? അപ്പൊ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത പീസ് ചുമ്മാതെ പറയുന്നല്ല, 5G ഒക്കെ ചീപ്പ് വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം. നല്ല ചീപ്പ് വില, നമുക്ക് എങ്ങനെ പോയാലും 2000 ലാഭം ഉണ്ടാക്കാം. ആ രീതിയിലുള്ള 5G സ്മാർട്ട് ഫോണും ഈ ഷോപ്പിൽ ഇപ്പം നിലവിലുണ്ട്. പിന്നെ ഈ മാർക്കറ്റിൽ യാത്ര ഇറങ്ങി കഴിഞ്ഞാലും ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്കാണ് ഈ മാർക്കറ്റിൽ. എന്റെ പൊന്നെ, രാത്രി ഒരു 11-12 മണി വരെ ജനപ്രളയം തന്നെയാണ് ഇവിടെ. നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം. എന്നാലും ചില സ്ഥലങ്ങളൊക്കെ കട അടച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഈ മൂലയിലൂടെയൊക്കെ പോയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് മൊത്തം അലഞ്ഞു ഭയങ്കരമായിട്ട് തളർന്നു. ഇനി നമുക്ക് ഒരു ഷോപ്പിലൂടെ കയറി നോക്കാം. ഈ ബിൽഡിങ്ങിലേക്ക് കയറി കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഷോപ്പുകൾ നമുക്ക് കാണാം കേട്ടോ. അതായത് ഉള്ളിലോട്ടൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ആക്സസറീസ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ മുടുക്കിന്റെ അകത്തോട്ടൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ വയ്യ. പിന്നെ അങ്ങനെ ഞാനൊരു റൂം എടുത്തു. റൂമിലേക്ക് ലോഡ്ജിലേക്ക് പോയപ്പോണ്ടല്ലോ നല്ലൊരു പടം ഞാൻ കണ്ടു. അവിടെ ചെതലിങ്ങനെ വരച്ചിരിക്കുന്നു. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ വേറൊരു ഭംഗിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കോക്കുണ്ട്, കണ്ടില്ലേ? മല്ലിക